എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭഗവാന്റെ മൂന്നാമത് നാമമായ വഷട്കാരായ നമ എന്ന നാമത്തെയാണ് നമ്മൾ ഇന്ന് 1000 നാമങ്ങൾ 1000 കഥകളിലൂടെ കേൾക്കുന്നത്. എല്ലാത്തിൻ്റെയും മുകളിലുള്ള ഭഗവാന്റെ ആ ഒരു കൺട്രോളിങ് പവറിനെയാണ് ഈ ഒരു നാമം സൂചിപ്പിക്കുന്നത്. അതിനൊരു കഥ പറയുന്നത്, ദുര്യോധനൻ തൻ്റെ സഭയിൽ ഇരിക്കുന്ന സന്ദർഭം ശ്രീകൃഷ്ണ പരമാത്മാവ് പാണ്ഡവരുടെ ദൂതനായിട്ട് അവിടെ എത്തിച്ചേരുന്നു. ഭഗവാൻ ദൂതനായിട്ട് വരുന്നു എന്നറിഞ്ഞ് ദുര്യോധനൻ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തു. ആരും കൃഷ്ണനെ കണ്ട് എഴുന്നേക്കരുത്. അവിടെ ഭീഷ്മരോടും ദ്രോണരോടും കർണനോടും തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള അവിടെ സന്നിഹിതരായിരിക്കുന്ന സകല ജനങ്ങളോടും പറഞ്ഞു, നിങ്ങളാരും എഴുന്നേറ്റ് കൃഷ്ണനെ വന്ദിക്കരുത്. പാണ്ഡവരുടെ ദൂതനായിട്ട് വരുന്ന ആളാണ്. മാത്രമല്ല, നമ്മളൊക്കെ ക്ഷത്രിയരാണ്. യദുവിൻ്റെ വംശത്തിൽപ്പെട്ട കൃഷ്ണനെ യാതൊരു തരത്തിലും ബഹുമാനിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് ദുര്യോധനൻ തൻ്റെ കൽപ്പനയായിട്ട് പുറപ്പെടുവിച്ചു. ഇത് കേട്ട സമയത്ത് ഭീഷ്മര് കർണരൊക്കെ പറഞ്ഞു, ദുര്യോധന, ഇത് പാടില്ല. ഭഗവാനെ കണ്ട് ബഹുമാനിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഇവിടെ എൻ്റെ രാജസദസ്സിൽ, എൻ്റെ രാജധാനിയിൽ എൻ്റെ കൽപ്പനയാണ് നടക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നോ അത് മാത്രം നോക്കി നിങ്ങൾ ചെയ്താൽ മതി എന്നൊരു നിർദ്ദേശവും കൊടുത്തു. അപ്പം എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്പോൾ തമ്മിൽ പറഞ്ഞു, 1000-3 എന്ന് തമാശ രൂപത്തിൽ ഭീഷ്മരും കർണരും ഒക്കെ, ഭീഷ്മരും ദ്രോണരും കർണനും ഒക്കെ പരസ്പരം പറഞ്ഞതാണ് 1000-3. ഇതെന്താണ് എന്ന് ദുര്യോധനന് മനസ്സിലായില്ല. പിന്നെ ഇത് പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണൻ അവിടെ എത്തിച്ചേർന്നു. പാണ്ഡവരുടെ ദൂതായിട്ട് കൗരവ സഭയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എത്തിച്ചേർന്നു. എല്ലാവരും എഴുന്നേറ്റ് വന്ദിച്ചു. കൃഷ്ണൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു, എൻ്റെ ആജ്ഞയെ ധിക്കരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതിന് തക്കതായ ശിക്ഷ ഞാൻ ഇപ്പോൾ തന്നെ തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കർണൻ, സുഹൃത്തായ കർണൻ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ ദുര്യോധന, അങ്ങ് ഇപ്പോൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് നോക്കിയപ്പോഴാണ് ദുര്യോധനൻ പോലും അറിയുന്നത് ശ്രീകൃഷ്ണൻ വന്നപ്പോൾ താൻ പോലും അറിയാതെ എഴുന്നേറ്റ് നിന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ നിർദ്ദേശം എന്തായിരുന്നു, താൻ എന്ത് ചെയ്യുന്നോ, താൻ എങ്ങനെ ബഹുമാനിക്കുന്നോ അതനുസരിച്ച് കൂടെയുള്ള രാജസദസ്സിലിരിക്കുന്നവര് പെരുമാറാകൂ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ കണ്ട മാത്രയിൽ അറിയാതെ ദുര്യോധനൻ എഴുന്നേറ്റു. ദുര്യോധനനോടൊപ്പം തന്നെ മറ്റുള്ള ഭീഷ്മരും മുതലായിട്ടുള്ള എല്ലാവരും എഴുന്നേറ്റു കൃഷ്ണനെ സ്വീകരിച്ചു എന്നാണ് കഥ. അപ്പോൾ വഷട്കാരായ നമ എന്ന നാമത്തിന്റെ അർത്ഥം എല്ലാവരുടെയും മുകളിലുള്ള ആധിപത്യം, ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ഭഗവാൻ എല്ലാവരുടെയും മുന്നിലുള്ള തൻ്റെ ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന ആ വഷട്കാരായ നമ ജപിക്കൂ. നമുക്കൊക്കെ എല്ലാ തരത്തിലും ഒരു ആജ്ഞാശക്തിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു സമൂഹത്തിൻ്റെ മുകളിൽ ശക്തി, കൺട്രോൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിത്യവും ഈ നാമം ജപിക്കുന്നത് ഉത്തമമാണ്. ഓം വഷട്കാരായ നമഃ.